ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 13. അവരുടെ അടുത്ത് നിന്ന് മാറി നിന്ന റാം ഇപ്പോ അവിടെയുള്ള സോഫയിൽ ചാരിയിരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചെറുതായി പുഞ്ചിരിക്കുകയായിരുന്നു. ആ പുഞ്ചിരി കണ്ടതും മാധവിന്റെ കണ്ണുകൾ വീണ്ടും ചുരുങ്ങി. അതെ, അവൻ പതിയെ പറഞ്ഞു. അവൻ നമ്മൾ കരുതുന്നതിലും അപകടകാരിയാകും. ഒരു പക്ഷേ നമ്മുടെ ചുറ്റും അവന്റെ കണ്ണുകൾ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റിസോർട്ടിലെത്തണം. അവിടുന്ന് നമ്മുടെ ഭാര്യമാരെ സേഫായ ഒരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. മാധവ് പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി. എവിടേക്ക് മാറ്റാൻ? ആരുടെ കരങ്ങളിൽ? ഉദയൻ പെട്ടെന്ന് ചോദിച്ചു. ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാന്റെ കയ്യില്, മാധവ് പറഞ്ഞു. മാധവ് അത്രയും പറഞ്ഞതും ഒരു നിമിഷം എല്ലാവരും പരസ്പരം നോക്കി നിന്നു. എന്താ? ഉദയൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. നീ എന്താ പറയുന്നത് മാധവേ? ശരത്തും പതിയെ ചോദിച്ചു. മാധവ് ഒന്ന് ദീർഘമായി ശ്വാസമെടുത്തു. നമ്മൾ ഇവിടെ വന്നത് വെറുതെയല്ല. നമ്മളെ ഇവിടെ എത്തിച്ചത് പോലും ഒരു കാരണം വെച്ചാണ്. ശിവകാർത്തികേയനും രാജശേഖരവർമ്മ തമ്പുരാനും ഒരേ പ്ലാനിലാണ്. അവൻ പറഞ്ഞതും നവീൻ അവനെ നോക്കി. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ സൈഡാണോ? അവൻ ചോദിച്ചു. പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല, മാധവ് ഉടൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലക്ഷ്മിയെയും നിങ്ങളുടെയൊക്കെ ഭാര്യമാരെയും ആ കോവിലകം റിസോർട്ടിൽ നിർത്തുന്നത് അപകടമാണ്. അവന്റെ കണ്ണുകൾ മുകളിലത്തെ നിലയിലേക്ക് ഉയർന്നു. അവിടെ അപ്പോൾ കർട്ടനുകൾക്കപ്പുറം ആരോ നീങ്ങുന്ന നിഴൽ കാണാമായിരുന്നു. ഈ വീട്ടിൽ എല്ലാം കാണുന്ന കണ്ണുകളുണ്ട്, മാധവ് പതിയെ പറഞ്ഞു. അവരാരാണ്? ഉദയൻ ചോദിച്ചു. മാധവ് മറുപടി പറയുന്നതിന് മുമ്പ് എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും റാമിലേക്ക് പോയി. അവൻ ഇപ്പോഴും സോഫയിൽ ചാരിയിരുന്ന ഫോണിൽ സംസാരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന്റെ മുഖത്തെ ചിരി കൂടുതലായിരുന്നു. അത് കണ്ടത് മാധവിന്റെ ഉള്ളിൽ എന്തോ ഒരു സംശയം തോന്നി. നമ്മളെക്കുറിച്ച് തന്നെയാണ്, അവൻ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് റാം ഫോൺ കട്ട് ചെയ്തു. ശേഷം തല ഉയർത്തി നേരെ മാധവിലേക്കായിരുന്നു നോക്കിയത്. പിന്നെ അവൻ ചെറുതായി പുഞ്ചിരിച്ചു. എന്താ ആദിത്യ? റാം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇത്രയും സീരിയസ് ആയ ഡിസ്കഷൻ? അവൻ ചോദിച്ചതും മാധവ് ചെറുതായി ചിരിച്ചു. ബിസിനസ് കാര്യമാ, അവൻ മറുപടി പറഞ്ഞു. ആഹാ, റാം തല കുലുക്കി. ബിസിനസ് ആണെങ്കിൽ നിലമ്പൂരിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അവൻ അത്രയും പറഞ്ഞ് കുറച്ചുനേരം മാധവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പക്ഷേ റാമിന്റെ ശബ്ദം പതിയെ മാറി. ഇവിടെ ചില സ്ഥലങ്ങളിൽ കയറുമ്പോൾ തിരിച്ചു പുറത്തേക്കിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൻ പറഞ്ഞതും എല്ലാവരുടെയും മുഖം മാറി. ശിവകാർത്തികേയൻ ദൂരത്ത് നിന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റാമിന്റെ വാക്കുകൾ സാധാരണ സംഭാഷണമല്ലെന്ന് അവനും മനസ്സിലായിരുന്നു. മാധവ് മാത്രം ശാന്തമായി നിന്നു. അതെ, പക്ഷേ പുറത്തേക്കിറങ്ങേണ്ടവർ ഇറങ്ങും, മാധവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും റാമിന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണേ. മാധവ് അത്രയും പറഞ്ഞപ്പോൾ റാം അവനെ നോക്കി ചെറുതായി ചിരിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? റാം സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ചോദിച്ചു. മാധവ് ഒന്ന് മുന്നോട്ട് ചാഞ്ഞിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം വെച്ചാണ് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവിതം വെച്ചിട്ടുള്ള കളിയാണെന്ന്. അവൻ പറഞ്ഞതും റാം ചിരിച്ചു. ശരിയാണ്, റാം ഫോൺ സൈഡിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ ബിസിനസ്സിൽ ഇറങ്ങണമെങ്കിൽ ആദ്യം പണം വേണം, ഒരുപാട് പണം. പക്ഷേ ഒരു തവണ സെറ്റായാൽ പിന്നെ ലാഭം ഇരട്ടിയായിരിക്കും. കാരണം ഇത് അങ്ങനെ നശിച്ചു പോകുന്ന സാധനമല്ല. നിലമ്പൂര് ഇതിന് വലിയ മാർക്കറ്റുണ്ട്. ഇവിടത്തെക്കാൾ കൂടുതൽ പുറമേക്കാണ് ഇതിന് ഡിമാൻഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് അപൂർവ സസ്യങ്ങൾക്കും വനത്തിൽ നിന്ന് കിട്ടുന്ന സുഗന്ധ മരങ്ങൾക്കുമാണ്. വിദേശത്തേക്ക് വരെ പോകുന്ന സാധനങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളെ എനിക്ക് ഇഷ്ടമായത്. റിസ്ക് എടുക്കാൻ ധൈര്യമുള്ള ആളുകളാണ് നിങ്ങൾ. മാധവ് അവനെ നോക്കി ചെറുതായി തല കുലുക്കി. അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്, അവൻ പറഞ്ഞതും റാം വീണ്ടും ചിരിച്ചു. അപ്പോഴേക്കും മുകളിലെ വലിയ മരപ്പടികളിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന 2 പെൺകുട്ടികളെ മാധവ് ശ്രദ്ധിച്ചത്. ശിവഗംഗ, അവളുടെ കൂടെ പ്രിയങ്കയുണ്ടായിരുന്നു. വെളുത്ത ചുരിദാറിൽ അതിമനോഹരിയായി ഇറങ്ങി വരുന്ന ശിവഗംഗയുടെ കണ്ണുകൾ താഴേക്ക് മാധവിനെ തേടി. അതേസമയം പ്രിയങ്കയുടെ നോട്ടം നേരെ ചെന്നെത്തിയത് സന്ദീപിലേക്കായിരുന്നു. അത് കണ്ട നവീൻ പതിയെ സച്ചയുടെ ചെവിയിൽ പറഞ്ഞു. ഇത് അങ്ങനെയൊന്നും വിടുമെന്ന് തോന്നുന്നില്ല മോനെ. ആ പ്രിയങ്കയുടെ നോട്ടം കണ്ടോ? സച്ചി ചിരി ഒതുക്കാൻ ശ്രമിച്ചു. നീ ശബ്ദം കുറച്ച് സംസാരിക്കടാ. അവരുടെ സംസാരം തുടരുന്നതിനിടയിലാണ് പുറത്തുനിന്ന് വാഹനങ്ങൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. എല്ലാവരുടെയും കണ്ണുകൾ ഒരുമിച്ച് എൻട്രൻസിലേക്ക് തിരിഞ്ഞു. കോവിലകത്തിന്റെ മുന്നില് 2 കാറ് വന്ന് നിൽക്കുകയായിരുന്നു.
കാറിന്റെ ഡോറ് തുറന്ന് കുറച്ച് പെൺകുട്ടികൾ പുറത്തേക്കിറങ്ങി. അത് കണ്ട സച്ചി കണ്ണു ചുരുക്കി. ഇതെന്താ കോളേജ് ടൂർ വന്നതുപോലെ ഉണ്ടല്ലോ. ശരിയാ, ഉദയനും ചിരിച്ചു. ഇവിടെ ഇനി ഫാഷൻ ഷോ ഉണ്ടോ? അതുപോലെയാണല്ലോ ഓരോന്നും വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്കും ശിവഗംഗയും പ്രിയങ്കയും ഓടിച്ചെന്ന് ആ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചു. എത്ര നാളായി കണ്ടിട്ട്, ശിവഗംഗ സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങളൊക്കെ അങ്ങോട്ട് വരാറില്ലല്ലോ. ഇവിടെ ആഘോഷമുണ്ടെങ്കിൽ മാത്രം വിളിക്കും, അല്ലാതെ ഞങ്ങളെ ഓർക്കില്ല. അതിൽ ഒരുത്തി കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. അവരുടെ ചിരിയും കളിയും നോക്കി മാധവും കൂട്ടരും നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അകത്തുനിന്ന് തമ്പുരാട്ടിമാരും പുറത്തേക്ക് വന്നു. ആഹാ, വന്നല്ലോ എല്ലാവരും, ശാരദാദേവി തമ്പുരാട്ടി സ്നേഹത്തോടെ ചോദിച്ചു. അവർ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് ആ പെൺകുട്ടികളുടെ കണ്ണുകൾ അവിടെ നിൽക്കുന്ന മാധവിനെയും കൂട്ടരെയും കണ്ടത്. ഇതൊക്കെ ആരാ? ഒരു പെൺകുട്ടി റാമിനോട് ചോദിച്ചു. എന്റെ ഫ്രണ്ട്സാണ്, റാം പെട്ടെന്ന് മറുപടി പറഞ്ഞു. ബിസിനസ് പാർട്ട്നേഴ്സും കൂടിയാണ്. ഓഹോ, അതെയോ? അവർ കൗതുകത്തോടെ മാധവിനെയും കൂട്ടരെയും നോക്കി. മക്കളെ വാ, സാവിത്രി ദേവി തമ്പുരാട്ടി പറഞ്ഞു. ഇനിയിപ്പോ ഉത്സവം കഴിഞ്ഞിട്ടില്ലേ പോകൂ, ആദ്യം ഫ്രഷ് ആയിട്ട് വാ. അയ്യോ ചെറിയമ്മേ, ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടട്ടെ. അവൾ നേരെ മാധവിന്റെ മുന്നിലേക്ക് വന്ന് നിന്നു. ഹായ്, ഞാൻ നന്ദന രാജീവ്. ഇളം നീല കുർത്തയിൽ സ്റ്റൈലായി നിൽക്കുന്ന അവൾ പുഞ്ചിരിയോടെ കൈനീട്ടി. MBA ചെയ്യുകയാണ് ചെന്നൈയിൽ. അവളുടെ പിന്നാലെ മറ്റൊരു പെൺകുട്ടി വന്നു. ഞാൻ മീര അനിൽ, ഫാഷൻ ഡിസൈനിങ്. മൂന്നാമത്തെ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഗൗരി മേനോൻ, ആർക്കിടെക്ചറൽ ഫൈനൽ ഇയർ. പിന്നെ കണ്ണാടി അണിഞ്ഞ ശാന്ത സ്വഭാവമുള്ള ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നു. ഞാൻ അനന്യ കൃഷ്ണ, MA സൈക്കോളജി. അവരെല്ലാവരും ഒരുമിച്ച് മാധവിനെയും കൂട്ടരെയും നോക്കി ചിരിച്ചു. ഇനി നിങ്ങളുടെയും പേരൊന്ന് പറയാമല്ലോ. അത് കേട്ടതും മാധവും കൂട്ടരും പരസ്പരം ഒന്ന് നോക്കി. ആ നിമിഷം പിന്നെ അവർ അവരുടെ പേര് പറഞ്ഞു. മാധവ് ആദിത്യൻ, ഉദയൻ അഭിമന്യു എന്നും, നവീൻ വിഷ്ണു എന്നും, സന്ദീപ് രോഹിത് എന്നും, ശരത് കിരൺ വർമ്മ എന്നും പറഞ്ഞു. സച്ചി ചെറിയൊരു പുഞ്ചിരിയോടെ സച്ചിദേവ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ട് ശിവകാർത്തികേയനും നടന്നു വന്നു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, അവൻ ചെറു ചിരിയോട് ചോദിച്ചതും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നു. ശിവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടുന്ന് എങ്ങോട്ട് പോകാനാണ്? ശിവകാർത്തികേയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിങ്ങളുടെ അച്ഛന്മാരും അമ്മമാരും എവിടെ? കണ്ടില്ലല്ലോ. അവൻ ചോദിച്ചതും നന്ദന മുന്നോട്ട് വന്നു. അവർ 2 ദിവസം കഴിഞ്ഞ് എത്തൂ ശിവേട്ടാ. ഞങ്ങൾ നേരത്തെ പോന്നു. ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് എത്തിയിട്ട് അടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ചു. ആഹാ, അതാണോ പ്ലാൻ? ശിവകാർത്തികൻ ചിരിച്ചു. അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടി, അല്ല, ശിവേട്ടന്റെ വിവാഹകാരി എന്തായി? ഇത്തവണയെങ്കിലും കല്യാണം ഉണ്ടാകോ? മീര ചോദിച്ചു. അത് കേട്ടതും ശിവകാർത്തികേയന്റെ അമ്മ അവനെയൊന്ന് നോക്കി. അവൻ പുഞ്ചിരിച്ച് വിഷയം മാറ്റാൻ ശ്രമിച്ചു. അത് പിന്നെ പറയാം മോളെ, ആദ്യം നിങ്ങൾ ഫ്രഷ് ആയിട്ട് വരൂ. ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ലേ? എന്നാ ശരി, ഫ്രഷായി വരാം. ഉത്സവം വരെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമല്ലോ. പിന്നെ ഇവിടെ ഉണ്ടാകും. അത് പറഞ്ഞത് റാമായിരുന്നു. അവന്റെ മറുപടി കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാ നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം എന്ന് പറഞ്ഞ് 4 പെൺകുട്ടികളും മുകളിലേക്ക് കയറാൻ തുടങ്ങി. കൂടെ ശിവഗംഗയും പ്രിയങ്കയും. പടികൾ കയറുന്നതിന് ഇടയിൽ ശിവഗംഗ തിരിഞ്ഞ് മാധവിനെ നോക്കി. പക്ഷേ ആ സമയം മാധവ് ഉദയനോട് എന്തോ ഗൗരവമായി സംസാരിക്കായിരുന്നു. അത് കണ്ടതും അവളുടെ മുഖത്ത് ചെറിയൊരു നിരാശ നിറഞ്ഞു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, വീഡിയോ കോളാണ്, റാം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾ അതുവരെ റെസ്റ്റ് എടുക്കൂ. പിന്നെ പെട്ടെന്ന് തിരിഞ്ഞു ചോദിച്ചു. അല്ല, നിങ്ങൾ റിസോർട്ടിൽ പോയി ബാഗ് എടുത്തിട്ട് വരുന്നില്ലേ? ആ, പോകണം, സച്ചി മറുപടി പറഞ്ഞു. റാം മുകളിലേക്ക് നടന്നതും ശിവകാർത്തികേയൻ പതിയെ മാധവിനെ നോക്കി തലകൊണ്ട് പുറത്തേക്ക് വരാൻ കാണിച്ചു. അത് മനസ്സിലായ മാധവും ഉദയനും ശരത്തും സച്ചിയും സന്ദീപും നവീനും ശിവകാർത്തികേയന്റെ പിന്നാലെ പുറത്തേക്ക് നടന്നു. കോവിലകത്തിന്റെ വിശാലമായ മുറ്റത്തേക്ക് എത്തിയതും ശിവകാർത്തികേയൻ പതിയെ പറഞ്ഞു. നിങ്ങൾ ആദ്യം റിസോർട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അവിടെ എത്താം. ഒരുമിച്ച് പോകണ്ട. അവൻ നടക്കുന്നതിന്റെ ഇടയിൽ തന്നെയായിരുന്നു പറഞ്ഞത്. നിങ്ങൾക്കായിട്ട് ഒരു വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്, അതെടുത്തിട്ട് പോകൂ. ഞാൻ എൻ്റെ ബുള്ളറ്റിൽ വന്നോളാം. അതും പറഞ്ഞ് ഒരു കീ മാധവിന്റെ കയ്യിലേക്ക് കൊടുത്തു. മാധവ് കീ വാങ്ങി മുന്നോട്ട് നടന്നതും അല്പം അകലെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ കാറ് കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ വലുതായി. കറുപ്പ് നിറത്തിലുള്ള ഒരു വലിയ ലക്ഷറി XUV, തിളങ്ങുന്ന ബോഡി, ക്രോം ഫിനിഷ്. മുന്നിലെ വലിയ ഗ്രിൽ കാണുന്നവർക്ക് തന്നെ
അതിന്റെ വില മനസ്സിലാകുന്ന തരത്തിലുള്ള ഭംഗി. ഇത് മരുമകനുള്ള അമ്മായിച്ചന്റെ ഗിഫ്റ്റ് ആണല്ലേ? കാറിന്റെ അടുത്തെത്തിയ മാധവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? അല്ല, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? സച്ചി അതിശയത്തോടെ ചോദിച്ചു. മാധവ് ചിരിച്ചു. ഇപ്പം നമ്മൾ ചെല്ലുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. അവന്റെ മറുപടി കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. 6 പേർക്കും സുഖമായി ഇരിക്കാൻ പറ്റുന്ന അത്യാധുനിക ഇന്റീരിയർ, ക്രീം കളർ ലെതർ സീറ്റുകൾ, അകത്താകെ പെർഫ്യൂമിന്റെ മണം. ചെറിയൊരു രാജകീയത തന്നെ ആ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. എല്ലാവരും കാറിൽ കയറി. ഗേറ്റ് കടന്ന് വണ്ടി പുറത്തേക്ക് നീങ്ങിയതും കോവിലകത്തിന്റെ മുകളിലെ നിലയിൽ നിന്ന് 2 പേർ അവരെ നോക്കിക്കൊണ്ടിരുന്നു. രാഘവൻ IPSന്റെ മക്കളായ അഖിൽ രാഘവും ആദർശ് രാഘവും. അഖിൽ കൈകൾ കൂട്ടിക്കെട്ടി താഴേക്ക് നോക്കി. ഏട്ടന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവൻ ആദർശിനോട് ചോദിച്ചു. ആദർശ് ചുണ്ടു കടിച്ചു. എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. സച്ചിയേട്ടന്റെ ഒപ്പം മുമ്പ് വന്നപ്പോൾ ഇവരാരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് പുതിയ ഫ്രണ്ട്സ്. അവനൊന്ന് നിർത്തി. ഇനി രാമേട്ടന്റെ ഒപ്പം ചേർന്ന് കള്ളക്കടത്ത് വല്ലതും ആണോ? ചന്ദനമരം എന്തെങ്കിലും? ഉദയപുരം കോവിലകത്തിന്റെ എസ്റ്റേറ്റിൽ നിന്ന് നല്ല മരങ്ങളൊക്കെ രാമേട്ടൻ വഴിയാണ് പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അഖിൽ പറഞ്ഞതും ആദർശ് തലകുലുക്കി. എന്തായാലും ഒരു കണ്ണ് വേണം. അവർ 2 പേരും സംശയത്തോടെ വണ്ടി പോകുന്നത് നോക്കി നിന്നു. അതേസമയം മുകൾ നിലയിലെ ശിവഗംഗയുടെ റൂമിൽ ആഘോഷം തന്നെയായിരുന്നു. എല്ലാവരും ബെഡിലും സോഫയിലുമായിട്ട് ഇരുന്ന് സംസാരിക്കായിരുന്നു. എടി, നീ പറഞ്ഞപ്പോ ഇത്രയും ഹാൻസം ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, നന്ദന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞ എല്ലാം ഒന്നിനൊന്നും മെച്ചം. അത് കേട്ട് ശിവഗംഗ ബെഡിലേക്ക് കിടന്നുകൊണ്ട് ചിരിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. ആ ബ്ലാക്ക് ഷർട്ടിട്ട ആള് ഇല്ലേ? നന്ദന കണ്ണിറുക്കി ചോദിച്ചു. അതൊഴിച്ച് ബാക്കി 5 പേരെയും നോക്കിക്കോ. അതിനെ നോക്കണ്ട, ശിവഗംഗ പറഞ്ഞു. അതെന്താ? അതെ, അതിപ്പോ എന്റെ പ്രോപ്പർട്ടിയാണ്. ആദിത്യൻ. അവൾ ചെറിയൊരു നാണത്തോടെ പറഞ്ഞു. ഞാൻ വന്നത് മുതൽ നോക്കുന്നത് അവനെയാണ്. അത് കേട്ട് എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു. അപ്പോ ഒരെണ്ണം ബുക്കായി. ഏയ്, ഒരെണ്ണല്ല. പെട്ടെന്ന് പ്രിയങ്ക ഇടയിൽ കയറി പറഞ്ഞു. വേറെ ഒരാളുണ്ട്. ആര്? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. ആ ഗ്ലാസ് വെച്ചിട്ട് കണ്ണിന് ലൈറ്റ് ബ്രൗൺ കളറുള്ള ആള്. മനസ്സിലായില്ല. നന്ദന പറഞ്ഞതും അത് ആ രോഹിത്. പ്രിയങ്ക പതിയെ പറഞ്ഞു. ഓ, മനസ്സിലായി. നന്ദന പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അതും ബുക്കിംഗ് ആയി. ഇനി 4 പേര് ബാക്കിയില്ലേ? കുഴപ്പമില്ല, നമുക്ക് 4 പേർക്കും നോക്കാം. ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും റൂമിൻ മുഴുവൻ ചിരി നിറഞ്ഞു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ശിവഗംഗ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. ആ ആദിത്യൻ വിവാഹിതനാണ്. എനിക്കത് പ്രശ്നമൊന്നുമല്ല, ശിവഗംഗ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? മീര ചോദിച്ചു. അപ്പോ ബാക്കിയുള്ളവരോ? പെട്ടെന്ന് തന്നെ ഗൗരി ചോദിച്ചു. ഇല്ല, ബാക്കിയുള്ളവർ ആരും വിവാഹം കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷേ ആദിത്യൻ. എന്തായാലും നോക്കാം, ശിവഗംഗ പറഞ്ഞു. മാധവും കൂട്ടരും കോവിലകം റിസോർട്ടിൽ എത്തിക്കുമ്പോഴേക്കും വൈകുന്നേരത്തിന്റെ തണുത്ത കാറ്റ് അവിടെയാകെ നിറഞ്ഞിരുന്നു. റിസോർട്ടിന്റെ മുന്നിൽ വണ്ടി നിർത്തിയതും മാധവ് ഫോൺ എടുത്ത് ലക്ഷ്മിയെ വിളിച്ചു. ഫോൺ 2 റിങ്ങിനുള്ളിൽ തന്നെ എടുത്തു. ഹലോ മാധവേട്ടാ. അവളുടെ ശബ്ദം കേട്ടതും മാധവിന്റെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ലച്ചു, എവിടെയാ? ഞങ്ങൾ റിസോർട്ടിന്റെ സ്പാ സെക്ഷനിലാണ്, ലക്ഷ്മി പറഞ്ഞു. കഴിഞ്ഞില്ലേ ഇതുവരെ? മാധവ് ചെറിയൊരു ചിരിയോടെ ചോദിച്ചു. ഇല്ല മാധവേട്ടാ, അവൾ ചെറു ചിരിയോടെ തന്നെ പറഞ്ഞു. എല്ലാവരും ചെയ്യുന്നുണ്ട്, അതാ വൈകുന്നത്. നിങ്ങൾ എവിടെയാ മാധവേട്ടാ? ഞങ്ങൾ ഇവിടെയുണ്ട്. എവിടെ? റിസോർട്ടിലോ? അവളുടെ ശബ്ദത്തിൽ ആവേശം നിറഞ്ഞു. അതെ, എന്നാ ഞങ്ങളിപ്പോ വരാട്ടോ, ലക്ഷ്മി ധൃതി പിടിച്ചു പറഞ്ഞതും മാധവ് ചിരിച്ചു. വേണ്ട ലച്ചു, തിരക്ക് പിടിക്കണ്ട, എല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതി. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. അതേസമയം അകലെ നിന്ന് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു. മാധവ് തലചരിച്ച് നോക്കിയതും റിസോർട്ടിന്റെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറി വരുന്ന ശിവകാർത്തികേയനെ കണ്ടു. ലക്ഷ്മി. അവൻ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധിച്ചു. എല്ലാവരുടെയും കഴിഞ്ഞിട്ട് വന്നാ മതി കേട്ടോ. കഴിയുമ്പോൾ എന്നെ വിളിക്ക്. ശരി മാധവേട്ടാ. അവൾ പറഞ്ഞതും മാധവ് ഫോൺ വെച്ചു. അപ്പോഴേക്കും ബുള്ളറ്റ് അവരുടെ അടുത്ത് വന്ന് നിന്നിരുന്നു. എൻജിൻ ഓഫ് ചെയ്ത് ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയ ശിവകാർത്തികേയൻ ആദ്യം മാധവിനെ ഒന്ന് നോക്കി, പിന്നെ ബാക്കിയുള്ളവരെയും. എന്താ, എല്ലാവരും വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു? അവൻ ചെറിയൊരു ചിരിയോടെ ചോദിച്ചു.
ആലോചിക്കാതിരിക്കാനാവുമോ? ഉദയൻ പറഞ്ഞു. നിന്നെ കണ്ടത് മുതൽ ഞങ്ങളുടെ തല മുഴുവൻ കറങ്ങുകയാണ്. അത് കേട്ട് ശിവകാർത്തികൻ ചിരിച്ചു. അതൊക്കെ കുറച്ചുകൂടി കറങ്ങാനുണ്ട്, അവൻ പതിയെ പറഞ്ഞു. ഇപ്പോഴാണ് കളി തുടങ്ങുന്നത്. അവന്റെ ആ വാക്കുകൾ കേട്ടതും മാധവ് അവനെ ഗൗരവത്തോടെ നോക്കി. ഞങ്ങളെ ഇവിടെ എത്തിച്ചതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? മാധവ് ചോദിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം കാണാം. ബൈ.